നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രവാസ ലോകത്തെ വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. കുവൈറ്റിൽ കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 1268 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. ഇതോടെ ആകെ കോവിഡ് ബാധിച്ചവരുടെ എണ്ണം 2,95,861 ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 10.96% കുറഞ്ഞു. വിവിധ ആശുപത്രികളിലായി ചികിത്സയിലായിരുന്ന 8 പേർ മരണമടഞ്ഞതോടെ രാജ്യത്ത് ആകെ മരിച്ചവരുടെ എണ്ണം 1711 രാജ്യത്തെ കോവിഡ് മുക്തി നിരക്ക് 95.29%. 980 പേരാണ് ഇന്ന് കോവിഡ് മുക്തരായത്. ഇതോടെ രാജ്യത്ത് ആകെ 2,81,920 കോവിഡ് മുക്തരായി. 12,230 ആക്റ്റീവ് കോവിഡ് കേസുകളും തീവ്രപരിചരണ വിഭാഗത്തിൽ 183 പേർ കഴിയുന്നതായും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഒമാനിൽ കഴിഞ്ഞ ദിവസം 802 പേർക്ക് കൂടി കോവിഡ് വൈറസ് ബാധ സ്ഥിരീകരിച്ചതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. 775 പേർ കൂടി പുതുതായി രോഗമുക്തി നേടി. ഔദ്യോഗിക കണക്കുകൾ പ്രകാരം രാജ്യത്ത് ഇതുവരെ 2,08,607 പേർക്ക് കോവിഡ് രോഗം പിടിപെടുകയും ഇതിൽ 1,92,973 പേർക്ക് രോഗം ഭേദമാകുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 11 പേരാണ് കോവിഡ് മൂലം ഒമാനിൽ മരണപ്പെട്ടത്. ഇതോടെ രാജ്യത്ത് കോവിഡ് മൂലം മരണമടഞ്ഞവരുടെ എണ്ണം 2,239 ആയതായി മന്ത്രാലയത്തിന്റെ വാർത്താക്കുറിപ്പിൽ പറയുന്നു. UAE-യിൽ 1,401 പേർക്ക് കൂടി കോവിഡ് വൈറസ് ബാധ സ്ഥിരീകരിച്ചതായി ആരോഗ്യ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ചികിത്സയിലായിരുന്ന 1,374 പേർ സുഖം പ്രാപിച്ചപ്പോൾ 3 പുതിയ കോവിഡ് മരണങ്ങൾ കൂടി രാജ്യത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ നടത്തിയ 2,44,880 കോവിഡ് പരിശോധനകളിൽ നിന്നാണ് പുതിയ രോഗികളെ കണ്ടെത്തിയത്. ഔദ്യോഗിക കണക്കുകൾ പ്രകാരം 5,81,430 പേർക്ക് ഇതുവരെ UAE-യിൽ കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇവരിൽ 5,31,459 പേർ സുഖം പ്രാപിച്ചു. ബഹ്റൈനിൽ വ്യാഴാഴ്ച റിപ്പോർട്ട് ചെയ്തത് രാജ്യത്തെ ഏറ്റവും ഉയർന്ന പ്രതിദിന കോവിഡ് കേസുകൾ. 2,415 പേർക്കാണ് കഴിഞ്ഞ ദിവസം കോവിഡ് സ്ഥിരീകരിച്ചത്. 1,466 പേർ രോഗമുക്തരായി. 7 പേരാണ് കോവിഡ് ബാധിച്ച് മരിച്ചത്. 4 സ്വദേശി പുരുഷന്മാരും 2 പ്രവാസി പുരുഷന്മാരും 1 പ്രവാസി സ്ത്രീയുമാണ് കോവിഡ് ബാധിച്ച് മരിച്ചത്. പുതുതായി സ്ഥിരീകരിച്ച കോവിഡ് കേസുകളിൽ 796 പേർ പ്രവാസി തൊഴിലാളികളാണ്. 2,09,293 പേർക്കാണ് രാജ്യത്ത് ആകെ കോവിഡ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഇതിൽ 1,89,962 പേർ രോഗമുക്തി നേടി. 18,551 കോവിഡ് രോഗികളാണ് നിലവിൽ രാജ്യത്തുള്ളത്. രാജ്യത്തിന്റെ കിഴക്കൻ ഭാഗങ്ങളിൽ ദൂരക്കാഴ്ച കുറയുമെന്നും അറിയിച്ചിട്ടുണ്ട്. നിരന്തരമായ ക്ലൗഡ് സീഡിംഗ് പ്രവർത്തനങ്ങളുടെ ഫലമായി കഴിഞ്ഞ വാരാന്ത്യത്തിൽ UAE-യിൽ കനത്ത മഴ ലഭിച്ചിരുന്നു. ദുബായ്, ഷാർജ, റാസൽ ഖൈമ, ഫുജൈറ എന്നീ എമിറേറ്റുകളിലാണ് കഴിഞ്ഞ ആഴ്ച മഴ ലഭിച്ചത്. പള്ളികളിൽ ബാങ്ക് വിളിച്ചു കഴിഞ്ഞ് 10 മിനിറ്റിന് ശേഷമേ സമൂഹ നമസ്കാരം ആരംഭിക്കുകയുള്ളൂ എന്ന് ഖത്തർ ഔക്കാഫ് മന്ത്രാലയം അറിയിച്ചു. കോവിഡ് വ്യാപനം രൂക്ഷമായതിനെ തുടർന്ന് ബാങ്കിന്റെയും നമസ്കാരത്തിന്റെയും ഇടയിലെ സമയം 5 മിനിറ്റാക്കി അധികൃതർ കുറച്ചിരുന്നു. പള്ളിയിൽ അധിക നേരം ആളുകൾ ഒരുമിച്ച് കൂടുന്ന സാഹചര്യം ഒഴിവാക്കുന്നതിന് വേണ്ടിയായിരുന്നു ഇത്. എന്നാൽ ഇനി മുതൽ ബാങ്ക് വിളിച്ച് 10 മിനിറ്റിന് ശേഷമായിരിക്കും സമൂഹ പ്രാർത്ഥന തുടങ്ങുന്ന കാര്യം അറിയിച്ചുകൊണ്ടുള്ള ഇഖാമത്ത് വിളിക്കുകയെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. ഇന്ത്യ ഉൾപ്പെടെ 5 രാജ്യങ്ങളിൽ നിന്ന് ബഹ്റൈനിലേക്ക് വരുന്നവർക്ക് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ മെയ് 23 മുതൽ പ്രാബല്യത്തിൽ വരും. ബഹ്റൈൻ പൗരന്മാർ, ബഹ്റൈനിൽ റെസിഡൻസ് വിസ ഉള്ളവർ, GCC പൗരന്മാർ എന്നിവർക്ക് മാത്രമായിരിക്കും പ്രവേശനം. നാഷണാലിറ്റി, പാസ്പോർട്ട്സ് ആൻഡ് റെസിഡൻസ് അഫയേഴ്സ് ആണ് ഇക്കാര്യം അറിയിച്ചത്. ഇന്ത്യ, പാകിസ്ഥാൻ, ശ്രീലങ്ക, നേപ്പാൾ, ബംഗ്ലാദേശ് എന്നിവിടങ്ങളിൽ നിന്നുള്ള യാത്രക്കാർക്കാണ് പുതിയ നിയന്ത്രണം. ഈ രാജ്യങ്ങളിൽ കോവിഡ് കേസുകൾ ഉയർന്ന സാഹചര്യത്തിൽ നാഷണൽ മെഡിക്കൽ ടീമാണ് ഇത് സംബന്ധിച്ച് തീരുമാനം എടുത്തത്. 2022 ഖത്തറിൽ നടക്കുന്ന ഫിഫ ലോകകപ്പിനും 2023 നടക്കുന്ന ഏഷ്യൻ കപ്പിനുമുള്ള യോഗ്യതാ മത്സരങ്ങൾക്കായി മലയാളി താരങ്ങൾ ഉൾപ്പെട്ട ഇന്ത്യൻ ഫുട്ബോൾ ടീം ദോഹയിലെത്തി. ഹമദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തി 28 അംഗ ടീമും ജീവനക്കാരും ഉൾപ്പെടുന്ന സംഘം ഇവിടെ വെച്ച് നടത്തിയ PCR ടെസ്റ്റിന്റെ ഫലം കാത്തിരിക്കുകയാണ്. ടെസ്റ്റ് ഫലം വരുന്നതുവരെ ക്വാറന്റൈനിൽ കഴിയുന്ന സംഘം ഫലം വന്നാലുടൻ പ്രിപ്പറേറ്ററി ക്യാമ്പിൽ പരിശീലനം ആരംഭിക്കും. പുറമേ നിന്നെത്തുന്നവർക്കുള്ള 10 ദിവസത്തെ ഹോട്ടൽ ക്വാറന്റൈൻ വ്യവസ്ഥയിൽ ഇന്ത്യൻ ടീമിന് ഇളവ് അനുവദിച്ചിരുന്നു. കോവിഡ് വ്യാപനം രൂക്ഷമായ സാഹചര്യത്തിൽ നിയന്ത്രണങ്ങൾ ശക്തമാക്കി ബഹ്റൈൻ. രാജ്യത്തെ ഏതാനും പൊതുയിടങ്ങളിലുമുള്ള പ്രവേശനം വാക്സിൻ എടുത്തവർക്കും അടുത്ത കാലത്തായി കോവിഡ് രോഗം ഭേദമായവർക്കും മാത്രമായി പരിമിതപ്പെടുത്താനാണ് കോവിഡ് കാര്യങ്ങൾക്കായുള്ള പരമോന്നത കമ്മിറ്റിയുടെ തീരുമാനം. 2 ആഴ്ചത്തേക്കാണ് നിയന്ത്രണം പ്രഖ്യാപിച്ചിരിക്കുന്നതെന്ന് ബഹ്റൈൻ വാർത്താ ഏജൻസി വ്യക്തമാക്കി. മെയ് 21 വെള്ളിയാഴ്ച മുതൽ ജൂൺ 3 വരെയാണ് നിയന്ത്രണമെന്ന് കമ്മിറ്റി അറിയിച്ചു. അതിനുശേഷം സാഹചര്യം വിലയിരുത്തി നിയന്ത്രണം നീക്കുകയോ ശക്തിപ്പെടുത്തുകയോ ചെയ്യുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കും. കഴിഞ്ഞ ബുധനാഴ്ച 2,354 പേർക്ക് പുതുതായി കോവിഡ് ബാധ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ചന്ദ്രനും ഗ്രഹങ്ങളും പരകോടി നക്ഷത്രങ്ങളും ചേർന്ന് വർണ്ണ പകിട്ട് തീർക്കുന്ന കാഴ്ചകൾ കാണാൻ നിരവധി സംവിധാനങ്ങൾ UAE ഒരുക്കിയിരിക്കുന്നു. നഷ്ടപ്പെടാതെ നാം കാണേണ്ട കാഴ്ചകളിൽ ആദ്യമെത്തുന്നത് സൂപ്പർ മൂൺ തന്നെ. മെയ് 26 എത്തുന്ന സൂപ്പർ മൂൺ ഈ വർഷത്തെ ഏറ്റവും വലുതും തിളക്കമുള്ളതുമായിരിക്കും. ഭൂമിയോട് ഏറ്റവും അടുത്തായിരിക്കും അന്ന് ചന്ദ്രൻ. ഒരു സാധാരണ പൂർണ്ണചന്ദ്രനേക്കാൾ വലുതായി അന്ന് കാണുവാൻ സാധിക്കും. ജൂൺ
24-നാണ് ഈ വർഷത്തെ അവസാന സൂപ്പർ മൂൺ പ്രത്യക്ഷപ്പെടുക. മെയ് മാസത്തിലേതിനേക്കാൾ ചെറുതായിരിക്കും, പക്ഷേ തിളക്കത്തിൽ ഇതായിരിക്കും ഏറ്റവും മികച്ചത്. നഗ്നനേത്രങ്ങളാൽ ഇതിന്റെ പൂർണ്ണ സൗന്ദര്യം അനുഭവിക്കാൻ കഴിയുമെന്നതാണ് പ്രത്യേകത. ഇതിനായാണ് UAE പല സംവിധാനങ്ങളും ഒരുക്കിയിരിക്കുന്നത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.